പറയുന്നതിനൊക്കെ കാരണം നമ്മളിതെല്ലാം ഇതിനകത്ത് നമ്മുടെ മൊബൈൽ ഫോണിലെല്ലാം സേവ് ചെയ്ത് വെക്കുന്ന എന്നൊരു അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെ നമ്മളതൊന്നും ഓർത്ത് വെക്കാറില്ല. നിങ്ങളൊരു ചായക്കടയിൽ പോയി കഴിഞ്ഞിട്ടൊരു ഈ പഴംപൊരി, ബോണ്ട, സുഗിൻ കുറെ സാധനം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പഴംപൊരി ചിലപ്പം പെട്ടെന്ന് കിട്ടും, തൊട്ടടുത്തുള്ള ബോണ്ടേന്റെ പേരിടയ്ക്ക് കിട്ടൂല. അങ്ങനെ കുറെ നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പം നിങ്ങൾ ഈ പഴംപൊരിന്റെ തൊട്ടപ്പുറത്തുള്ള സാധനം നിങ്ങൾ പറയാറുണ്ട്. എന്താ സംഭവം എന്നറിയോ? നമ്മൾ മെമ്മറി വല്ലാണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ മൊബൈൽ അഡിക്ഷൻ നമ്മുടെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സാധനം കൈവശമുള്ളത് കൊണ്ട് അതിന്റെ ഒരു അഹങ്കാരത്തിൽ പുറത്തിറങ്ങുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും, ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോഴേ എനിക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അത് നമ്മുടെ പ്രവീൺ കുമാറാണ്, അഡ്വക്കേറ്റ്, DCC പ്രസിഡന്റാണ്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തെ കാണുന്നത് ഒരുവിധ ആളുകളുടെ ഫോൺ നമ്പറുകൾ അദ്ദേഹം ബൈഹാർട്ടാക്കിയിട്ട് പറയും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആളുകൾ സ്ഥിരം വിളിക്കുന്ന ആളുകൾ നമ്പറൊന്നും അദ്ദേഹം സേവ് ചെയ്യാറില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇങ്ങനെ ഓരോ നമ്പർ എടുത്ത് ഇങ്ങനെ വിളിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ആ സമയത്ത് മൂപ്പർ എന്നോട് പറഞ്ഞൊരു കാര്യം, നമുക്കൊക്കെ വയസ്സായി തുടങ്ങുകയാണ്, മെമ്മറി കുറയാൻ സാധ്യതയുണ്ട്. ഈ മെമ്മറി കപ്പാസിറ്റി കൂട്ടാനുള്ള ഏറ്റവും നല്ലൊരു സാധനം ഇതാണ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്തെങ്കിലും ഒരു കുഴപ്പം, കുതിരവട്ടം ഒരു സിനിമ പറയുന്നില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് സ്വയം വിലയിരുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ സമയത്തും ഈ വൈകിയ വേളയിലും ഈ പരിപാടിക്ക് വേണ്ടി വളരെ സന്തോഷകരമായി വന്നിരിക്കുന്ന ഈ സുന്ദരമായ മുഖങ്ങൾക്ക് ആദ്യമായിട്ട് കേഴിയൂരിൽ നിന്ന് വരുന്ന, കൊയിലാണ്ടിക്കപ്പുറത്ത് ഏകദേശം ഒരു 7 കിലോമീറ്റർ വീണ്ടും പോകണം, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള സന്തോഷം ആദ്യമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ പ്രിയ സുഹൃത്ത് രാജീവൻ ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ കൂടെ ജോലി ചെയ്ത SI ആണ് ഇവിടെയുണ്ട്. അപ്പൊ നമ്മൾ ലഹരിയെ കുറിച്ച് പറയുമ്പോഴേ നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന്റെ ശാരീരികമോ മാനസികമോ ബൗദ്ധികമോ ആയ വ്യാപാരത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിച്ചിട്ട് നമുക്ക് സന്തോഷം, ഉത്സാഹം എന്നിവ നൽകുന്ന വസ്തുക്കളാണ് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ വിപരീത ഫലമുണ്ടാക്കിയിട്ട് സന്തോഷമുണ്ടാക്കുന്ന ഏതൊരു വസ്തുവും വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അത്തരം വസ്തുക്കളാണ് ലഹരി വസ്തുക്കളായിട്ട് മാറിയിട്ടുള്ളത്. നമ്മളിവിടെ നേരത്തെ മദ്യവർജന സമിതിയും മദ്യനിരോധന സമിതിയും ഒക്കെ ഉണ്ട്, ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു, നമ്മൾ മദ്യം എന്നുള്ള വാക്കിനെ കുറിച്ച് വല്ലാതെ പറയുന്നില്ല. മദ്യനിരോധന സമിതി, മദ്യവർജന സമിതി ഒക്കെ ഉണ്ടെങ്കിലും വേറെ എന്തൊക്കെയോ സാധനം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. അവിടെയാണ് രാസലഹരിയുടെ കടന്നുവരവ്. MDMA എന്ന് പറഞ്ഞ മെറ്റലിൻ ഡയോക്സിൻ മെറ്റാഫെറ്റമിനും LSD എന്ന് പറഞ്ഞ ലൈസർജിക് ആസിഡ് ഡൈ ഈതേലമൈഡുകൾ എന്ന് പറയുന്നത് കണ്ടുപിടിച്ച, ലേബൽ കണ്ടുപിടിച്ച കെമിക്കൽ സിന്തസൈസ് ചെയ്തൊരു സാധനമാണല്ലോ. അത് ബ്ലഡ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ യൂസ് ചെയ്ത ഒരു സാധനമാണ്, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് രാസലഹരി ഇങ്ങനെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷക്കാലമായിട്ടേ ഉള്ളൂ. MDMA പറ്റി നിങ്ങൾക്ക് ഞാൻ കേട്ടു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ അടുത്ത ദിവസങ്ങളിൽ നടന്ന കൊലപാതകങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. മകൻ അമ്മയെ കൊല്ലുന്നതും സുഹൃത്തുക്കള് ചേർന്നിട്ട് ഒരു പയ്യനെ കൊന്നതും ഒക്കെ നമ്മുടെ നാട്ടിലല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ പയ്യൻ ആ കൊന്ന ശേഷം, ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ട ആരോടൊന്നും എനിക്കറിയില്ല, താമരശ്ശേരിയുടെ മോനെ കൊന്നല്ലോ. അപ്പം കൊന്ന ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട പോസ്റ്റ് ഇതാണ്: എടാ, നീ അവന്റെ കണ്ണ് കണ്ടോ? അവനെ കൊല്ലാൻ വേണ്ടി തന്നെ ചെയ്തത്, അവന്റെ കണ്ണ് നീ കണ്ടോ? അവൻ രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് പിന്നെ പോലീസ് നടപടികളൊന്നും ഉണ്ടാവില്ല. മാസ് അറ്റാക്ക്, കൃത്യമായിട്ട് അവനറിയാം, മാസ് അറ്റാക്ക് നടത്തിയാൽ, കൂട്ടത്തോടെ ഒരുത്തനെ ആക്രമിച്ചാൽ, കൊലപാതകം നടത്തി കഴിഞ്ഞാൽ കേസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. ആ സമയത്ത് ഈ മകൻ മരണത്തോട് മല്ലടിക്കുന്ന, ICUവിൽ ഇങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് പോലും അതിന്റെ ഗൗരവം അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ. ഇനി നിങ്ങൾ അറിയേണ്ട, ഇനി SLC പരീക്ഷ റിസൾട്ട് വരുമല്ലോ, നിങ്ങൾ നോക്കുക. ആ മക്കളിൽ അധികം മക്കൾക്ക് ഫുൾ A+ ഉണ്ടാവും. നിങ്ങൾ രേഖപ്പെടുത്തിക്കുക. ഞാൻ അന്വേഷിച്ചു, നന്നായിട്ട് പഠിക്കുന്ന മക്കളാണ് ഈ പറയുന്ന കൂട്ടുകാരനെ കൊന്നത് എന്നുള്ളതാണ്. നേരത്തെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് KSU, SFI, MSF, ABP സംഘടനകളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കോളേജിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, സ്കൂളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഇലക്ഷൻ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അടിപിടിയൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ അന്ന് അടികൂടുന്ന സമയത്ത് മറ്റവനെ കൊല്ലണം എന്നുള്ള ചിന്ത ആർക്കും ഉണ്ടായിരുന്നില്ല. ആ രൂപത്തിൽ അടിച്ചിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നത് തീർത്തും കൊല്ലണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. യാതൊരു മനസ്താപം ഇല്ലാത്ത രൂപത്തിലാണ് ചെയ്യുന്നത്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ എന്താണ് പറ്റിയത് എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദ്യവർജന സമിതി, മദ്യനിരോധന സമിതിയുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പക്ഷെ ഇപ്പം എല്ലാ സ്ഥലങ്ങളും ഈ പറയുന്ന ലഹരി ക്ലാസുകൾ എന്ന് പറയുന്നത്
ഈ രാസലഹരികളെ കുറിച്ചുള്ള അറിവും അവബോധവുമാണ് എല്ലാവർക്കും ആവശ്യമായിട്ട് ഉള്ളത്. ഇപ്പൊ ഞാനിവിടെ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നെ പരിചയമുള്ള ആളുകൾ പറയും, എന്താ പറയാ, ചങ്ങായി 2 പെഗ് ഇട്ടിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. എന്റെ മാനറിസം കണ്ടിട്ട് എന്റെ ചലനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ പറയുന്ന MDMA എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ LSD എന്നൊരു സാധനം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും കണ്ടെത്താൻ കഴിയില്ല എന്നതാണ്. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇവിടുന്ന് ഒരു പാട്ട് പാടാന്ന് വെച്ചാൽ പാലാപ്പള്ളി തിരുപ്പള്ളി എന്നുള്ള പാട്ടൊക്കെ പാടുകയാണെങ്കിൽ എന്റെ കൂടെ തുള്ളാനൊക്കെ ആളുണ്ടാവും. നിങ്ങൾ എന്റെ കൂടെ ഒരു പക്ഷേ ഈ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ഒരു 5 or 10 പാട്ടിന് തുള്ളും. പക്ഷെ ഈ പരിപാടി ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇസ്ലാം നൈറ്റ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിനൊക്കെ തുള്ളാനും അത് കഴിഞ്ഞിട്ട് തുള്ളാനൊക്കെ തയ്യാറാവുന്ന ഒരു വിഭാഗം വേറെയും ഉണ്ടാവും. അത് രാസലഹരിയുടെ പ്രത്യേകതയാണ്. അവർ നേരം വെളുക്കുന്ന ഇതില്ലോ അവർക്ക് ഒരു ക്ഷീണവും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഒരു ഉറക്ക് പോലും ഉണ്ടാവില്ല അവർക്ക്. ഇതൊരു സ്കൂളിൽ ക്ലാസ് എടുത്തപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാർ അങ്ങനെയാണെങ്കിൽ നല്ലതല്ലേ, ഇത്ര നല്ലൊരു എനർജി ഉണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. അതിന്റെ മറുപടി എന്താ? നല്ല എനർജി ഉണ്ടാവില്ലേ? 10-25 പാട്ടിന് നേരം വെളുക്കുന്നവർ തുള്ളാൻ പറ്റിയെങ്കിൽ നല്ലതല്ലേ? അതിന്റെ മറുപടി ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള മക്കളൊക്കെ ശ്രദ്ധിക്കുക, ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കുക. ആ കുട്ടികളുടെ ആയുസ് പരമാവധി 5 or 6 വർഷത്തിലപ്പുറത്തേക്ക് പോകില്ല. നേരത്തെ നമ്മൾ ചേർത്ത് പിടിക്കാനൊക്കെ പറഞ്ഞു, മക്കളെ ചേർത്ത് പിടിക്കണം, രാവിലെ പോകുമ്പോൾ ഒരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കല്ലോ മുമ്പ്. എന്താ വെച്ചാലും ഈ സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടേ, മദ്യപിച്ച സ്മെല്ല് കിട്ടുമല്ലോ. പക്ഷെ നിങ്ങൾ ഇനിയുള്ള സമയത്ത് ഇങ്ങനെ ചേർത്ത് പിടിച്ചത് കൊണ്ടോ ഉമ്മ കൊടുത്തതുകൊണ്ടോ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇതെവിടെയാണ് ബാധിക്കുക? നിങ്ങൾ കുറച്ച് കഴിഞ്ഞ 2-3 വർഷം കൊണ്ട് പല്ലൊക്കെ തട്ടി വെക്കാതെ പല്ല് പൊടിയും. അതിലക്ഷണം അതാണ്. കണ്ണുകൾ കുഴിയിലേക്ക് പോകും, ആ സൗന്ദര്യം നഷ്ടപ്പെടും. പിന്നെ കുട്ടികളുടെ സ്വഭാവത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പഠന കാര്യങ്ങളിൽ നിന്ന് പിറകോട്ട് പോകും. രക്ഷിതാക്കളുമായിട്ട് പെട്ടെന്ന് തെറ്റുവരും. ഇവരാവശ്യപ്പെടുന്ന രൂപത്തിൽ പണം കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കും ഇവിടുത്തെ സാധാരണ ഒരു 1-2 പെഗ് മദ്യത്തിന്റെ പണമല്ല. 2500-3000 രൂപയാണ് ഈ പറയുന്ന MDMA